രമേഷ്, ഈ ഇന്നലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നിരീക്ഷകന്മാർ വന്നു. നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ എല്ലാം കോൺഗ്രസ് നിയുക്ത എം എൽ എമാരുടെ അഭിപ്രായമൊക്കെ ശേഖരിച്ചു. ശരി. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം, തങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് രേഖപ്പെടുത്തിയ ആ ഡോക്യുമെൻ്റ് പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതെ, 9 പേര് ആർക്കൊപ്പമായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ് രേഖ പുറത്തു വന്നത്. ഇതിൽ കാസർഗോഡ് എന്നുള്ള കോൺഗ്രസ് എം എൽ എ മാത്രമാണ്, അദ്ദേഹത്തിന്റെ മാത്രമാണ് എന്താണ് അഭിപ്രായം ഇല്ലാത്തത്. ബാക്കി എല്ലാവരുടെ, അതായത് കണ്ണൂരിലെയും വയനാട്ടിലെയും മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് പ്രസിഡന്റിന്റെ പോലും ഇഷ്ടം എന്താണെന്നുള്ളത്. അതെ, കെ പി സി പ്രസിഡന്റ് ഇന്ന് പല പത്രങ്ങൾ എഴുതിയ കെ പി സി പ്രസിഡന്റ് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. അതേപോലെ സന്ദീപ് വാര്യർ ചില പത്രങ്ങൾ എഴുതി, സന്ദീപ് വാര്യർ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. സന്ദീപ് വാര്യർ വി ഡി സതീശനൊപ്പമാണെന്ന് പോലും തരത്തിലെ പലയിടത്തും വാർത്തകൾ വന്നു, അല്ലെങ്കിൽ അവകാശവാദങ്ങൾ വന്നു വി ഡി സതീശന്റെ ക്യാമ്പ്. പക്ഷേ ഇതിൽ വളരെ വ്യക്തമാണ്, സന്ദീപ് വാര്യർ ഉൾപ്പെടെ എല്ലാവരും, ആദ്യത്തെ പേരുകാരെല്ലാവരും കെ സി വേണുഗോപാലിനെ ആണ് പിന്തുണച്ചിരിക്കുന്നത്. ഇതിലൊരു രസകരമായ സാധനം, വയനാട്ടിൽ നിന്നുള്ള ഒരു എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണൻ, അദ്ദേഹം രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലിനെയും പറഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുയായിയാണ്. അദ്ദേഹം പോലും കെ സി വേണുഗോപാലിനെയും പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലാണ്. ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു, എന്നാലും അദ്ദേഹം എ ഗ്രൂപ്പിന്റെ കൂടെയാണ്. അദ്ദേഹവും കെ സി വേണുഗോപാലിനൊപ്പമാണ് ഇപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. രമേഷ്, ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഇല്ലെന്ന് തോന്നുന്നു. എ ഗ്രൂപ്പ് പല ഇതിലത്തേക്ക് മുമ്പ് ഐ ഗ്രൂപ്പ് ചിഹ്ന ഭിന്നമായി കുറെ പേര് എ ഗ്രൂപ്പിൽ പോയത്, ഐ ഗ്രൂപ്പ് തകർന്ന് എ ഗ്രൂപ്പിൽ പോയതല്ലേ. ഇപ്പൊ എ ഗ്രൂപ്പുകാരെല്ലാം കൂടെ തകർന്ന് ഐ ഗ്രൂപ്പ്, അവരെല്ലാം ഐ ഗ്രൂപ്പുകാരാണല്ലേ മൂന്ന്. അതെ, എന്തായാലും എം എൽ എമാരിൽ ഭൂരിപക്ഷവും കെ സി വേണുഗോപാലിനൊപ്പമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്നു. ഈ ജനപ്രതിനിധികൾ എം എൽ എമാരെ, മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അത് നടക്കാറില്ല. പാർട്ടിയിലെ സംവിധാനങ്ങളാണ് എല്ലാം നിശ്ചയിക്കുന്നത്. കോൺഗ്രസിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ പലപ്പോഴും എ കെ ആന്റണി ആയാലും കരുണാകരനായാലും ഒക്കെ മുഖ്യമന്ത്രിയാകുമ്പോൾ അവർക്ക് ഈ നിയമസഭാ കക്ഷിയിൽ ഒരു വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആന്റണിയും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറെ ആരും തർക്കിക്കാൻ അല്ല, ഇവർ തമ്മിലുള്ള നിയമസഭാ കക്ഷിയിലെ ചിലപ്പോൾ കരുണാകരന്റെ കാലത്ത് കൂടുതൽ ഉണ്ടായിരിക്കാം. പക്ഷേ ആന്റണി ആകുമ്പോഴും നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് 2000-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ആന്റണിക്ക് വിഭാഗത്തിന് ഭൂരിപക്ഷവും കിട്ടിയിട്ടുണ്ട്. അല്ല, മാത്രമല്ല അവിടെ അന്ന് തർക്കം ഉണ്ടാകുമായിരുന്ന മന്ത്രിസ്ഥാനത്ത് ചൊല്ലിയാണ്. മന്ത്രിസ്ഥാനം ഗ്രൂപ്പടിസ്ഥാനത്തിൽ ഇവിടെ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്ര കടുത്ത പോര് വോട്ടെടുപ്പൊക്കെ വേണ്ടി വരുന്നത് ഇത്തവണയാണ്. അതിൽ എന്തായാലും എം എൽ എമാര് കൂടുതൽ കെ സി വേണുഗോപാലിനോടൊപ്പമാണെന്ന് വ്യക്തമാണ്. അങ്ങനെ എം എൽ എമാര് പിന്തുണയ്ക്കുമ്പോൾ കെ സി വേണുഗോപാലിനെ എന്തിനു മാറ്റി നിർത്തണം, എന്തിന് മുസ്ലിം ലീഗ് കെ സി വേണ്ട എന്ന് പറയണം, പി ജെ ജോസഫ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പറയണം എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ മുസ്ലിം ലീഗ് തന്നെ ഇടപെട്ട് കെ കരുണാകരനെ മാറ്റി ഡൽഹിയിൽ നിന്ന് ആന്റണിയെ കൊണ്ടുവന്ന് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി തിരൂരങ്ങാടിയിൽ നിർത്തി മുഖ്യമന്ത്രിയെ വിജയിപ്പിച്ച ചരിത്രമുണ്ട്. വേണമെങ്കിൽ അന്ന് മുസ്ലിം ലീഗിന് വേറൊരാളെ ആക്കാമായിരുന്നു. അല്ല, അന്ന് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, അന്ന് തിരൂരങ്ങാടി സീറ്റ് ഒഴിഞ്ഞിടക്കായിരുന്നു. അതാണ് സംഭവിച്ചത്. തിരൂരങ്ങാടി ആകെ രാജിവെക്കേണ്ടി വന്നില്ല. തിരൂരങ്ങാടി ഇരുന്ന എം എൽ എ ആരോ മരിക്കുകയോ അല്ലെങ്കിൽ രാജിവെക്കുന്നോ ചെയ്ത് ആ ഒഴിവാടെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തിരുവരങ്ങാടി ഇറങ്ങി നിർത്തി. എന്നാലും ഞാൻ എം എൽ എ അല്ലാത്ത ആളെ കൊണ്ടുവന്ന് മുസ്ലിം ലീഗ് തന്നെ ഇവിടെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമുണ്ട്. എ കെ ആന്റണി 77-ലും 94-ലും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയായ അതേ എം എൽ എ അല്ലായിരുന്നു. പിന്നെ ഇപ്പൊ കെ സി വേണുഗോപാലിനെതിരെ എന്തിനാണ് ഈ ഒരു കടുംപിടുത്തമെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ പി ജെ ജോസഫ് പറയുന്നു ഒരു എം എൽ എ തന്നെ വേണം എന്ന് പറയുന്നു. ഇപ്പൊ പി ജെ ജോസഫിന്റെ മന്ത്രി സീനിയർ ആയിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവർ അംഗീകരിക്കുമോ? 2 ടേമിൽ കോൺഗ്രസ് പറയാണ് പി ജെ ജോസഫിന്റെ വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകുന്നവർക്ക് 2 ടേം ജയിച്ചവർ മതി. ഞാൻ പറയുന്ന പുതിയ ഒരാൾ വേണ്ട, കന്നി എം എൽ എ വേണ്ട എന്ന് കോൺഗ്രസ് നിർദ്ദേശം വെച്ചാൽ പി ജെ ജോസഫ് അംഗീകരിക്കും? ഇല്ല, മന്ത്രിയാവില്ലല്ലോ. അതെ, അപ്പം പി ജെ ജോസഫ് പറയുന്നവരെ മന്ത്രിയാക്കണം, പക്ഷെ കോൺഗ്രസ് പറയുന്ന ആളെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റൂല എന്ന് പി ജെ ജോസഫ് പറയാണ്. ഇനി രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നാൽ ഇവർ നോ പറയുമെന്നുള്ളതാണ് എൻ്റെ. അങ്ങനെ വരൂലായിരിക്കും, വന്നാൽ ഇവര് നോ പറയുമെന്നുള്ളതാണ്. കോൺഗ്രസ്സാണ് പാർട്ടി, അത് എന്തും സംഭവിക്കും അവസാന നിമിഷം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർ 3 പേരല്ല 4ാമത് ഒരാൾ വരും മുഖ്യമന്ത്രിയായി യോഗ്യതയുള്ള വേറെ പലരും ഈ കൂട്ടത്തിലുണ്ട്. ജയിച്ച വന്ന എം എൽ എമാർ തിരുവഞ്ചൂരുണ്ട്, കെ മുരളീധരനുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. 3 പേരും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുമ്പോൾ 3 പേരിൽ നിന്ന് മറ്റൊരാളെ ഹൈക്കമാൻഡ് അവതരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പലപ്പോഴും പല സംഘടനകളും കണ്ടുള്ള ഒരു വിഷയമാണ്. 2 പേര് തമ്മിൽ അല്ലെങ്കിൽ 3 പേര് തമ്മിൽ വലിയ തർക്കം വരുമ്പോൾ എന്നാൽ പിന്നെ ഇവരാരും വേണ്ട, 4ാമത് ഒരാളെ കൊണ്ടുവരാന്ന് പറയും. അത് ഈ 3 പേരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ 4ാമത് ഒരാൾ ഇവിടെ വരുമ്പോഴും അതും തീരുമാനിക്കുന്ന കെ സി വേണുഗോപാലായിരിക്കും. കാര്യം ആരാവണം, ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ അല്ലാതെ ആരാവണമെന്ന് തീരുമാനിച്ചാലും കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം
വളരെ നിർണായകമായിരിക്കും. എന്തായാലും പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത് ഇന്നിപ്പോൾ KC വേണുഗോപാലിൻ്റെ ഇതിൽ കരിയോയിൽ വരെ കരിയോയിൽ വരെ ഒഴിച്ചിരിക്കുകയാണ്. അപ്പം ഈ കരിയോയിൽ ഒഴിക്കുന്നത് എന്തായാലും നല്ലതല്ല. ഫ്ലെക്സ് വയ്ക്കുന്നത് പിന്നെ നമുക്ക് പ്രവർത്തകരുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയാം. പക്ഷെ കരിയോയിൽ ഒഴിച്ച് ഒരു നേതാവിനെ അപമാനിക്കുന്നത് ശരിയല്ല. തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തുമാത്രം ഫ്ലെക്സ് ആണെന്നാണ്. ഈ ഫ്ലെക്സ് നിരോധിക്കപ്പെട്ടിട്ടില്ലേ? നേരത്തെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് പോലും അന്ന് കേസെടുത്തിരുന്നു. സത്യം പറഞ്ഞാല് ജനങ്ങൾക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പം തന്നെ നടപടി എടുക്കേണ്ടതാണ്. അതെ, ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി അവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ എനിക്ക് തോന്നിയ ഒരു ശ്രദ്ധേയമായ കാര്യം, ഈ കഴിഞ്ഞ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നിടത്ത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയിരുന്നു. അന്ന് രമേശ് ചെന്നിത്തല ആയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന തലയെടുപ്പുള്ള നേതാവ് കേരളത്തിലുള്ള സമയമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന തലയെടുപ്പുള്ള നേതാവ് ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു, മത്സരിച്ച് തോറ്റുവെങ്കിലും ആ തോൽവിക്ക് കാരണം രമേശ് ചെന്നിത്തല അല്ല. കാരണം കോവിഡ് ഉണ്ടായിരുന്നു, കേരളത്തിൽ രാഷ്ട്രീയം ചർച്ചയായിരുന്നില്ല, മറ്റ് വിവാദങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം ക്രെഡിറ്റ് എടുത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പരാജയം നമുക്കുണ്ടായതെന്നും അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കൂടി കൊടുക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. തുടർന്ന് ഇതേപോലെ 2 കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലെത്തി. അവർ അന്നത്തെ MLA-മാരെ വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ നമ്പർ എടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 14 പേരോളം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ KC വേണുഗോപാൽ തൻ്റെ അധികാരത്തിൻ്റെ കരുത്തിലാണ് രമേശ്, ഇത് കോൺഗ്രസിൽ ആദ്യ സംഭവമൊന്നുമല്ല. അപ്പൊ അങ്ങനെ അട്ടിമറിച്ചിട്ട് സതീശനെ സത്യം പറഞ്ഞാൽ KC വേണുഗോപാലാണ് പിൻവാതിലൂടെ പിൻവാതിൽ നിയമനമാണ് സതീശൻ ആയിരുന്നു. അത് മാത്രമല്ല, KC വേണുഗോപാൽ വിചാരിച്ചെന്നാൽ രമേശ് ചെന്നിത്തല ഒരു ഗ്രൂപ്പിന്റെ നേതാവാണല്ലോ. അപ്പൊ ഗ്രൂപ്പിന്റെ നേതാവായ രമേശ് ചെന്നിത്തല വീണ്ടും പ്രതിപക്ഷ നേതാവുകയും ഇനി ഇലക്ഷൻ നടത്തി വീണ്ടും വിജയിച്ച അദ്ദേഹത്തിന് മാത്രമായിട്ട് സ്വാഭാവികമായ ക്ലെയിം മാറും. ഈ സ്വാഭാവികമായ ക്ലെയിമിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് KC വേണുഗോപാൽ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതെന്ന് അന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ VD സതീശൻ KCക്ക് വേണ്ടി മാറിക്കൊടുക്കും എന്നാണ് കരുതിയത്. പക്ഷേ അതുണ്ടാവുന്നില്ല. രാഷ്ട്രീയത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഒരു സ്ഥാനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ മാറിക്കൊടുക്കില്ല. ഇപ്പോൾ KPC പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയമിച്ചതും KC ആണ്. പക്ഷേ സണ്ണി ജോസഫ് കൃത്യമായി KCക്ക് തന്നെ വോട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ സതീശനെ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് 5 വർഷം മുമ്പ് അട്ടിമറി KC ചെയ്തത്. ആ അട്ടിമറി KCക്ക് തന്നെ വിനയാവുന്നു. KCയുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നു. ആ അവസ്ഥയിൽ, അതായത് അട്ടിമറിച്ച് രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ച് KC പ്രതിപക്ഷ നേതാവാക്കിയ VD സതീശൻ അനുയായികളെന്നാണ് ആരോപിക്കുന്നത്. അവരാണ് ഇന്ദിരാഭവന് മുന്നിൽ KCയുടെ പോസ്റ്റർ ബാനറിൽ കരിയോയിൽ വെച്ച്. ഈ കരിയോയിൽ ഒഴിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നീതി നടത്താത്തത് കൊണ്ടാണ്. അതാണ് എപ്പോഴും കോൺഗ്രസിൽ എപ്പോഴും സംഭവിച്ചിട്ടുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 57-ൽ EMS സർക്കാർ വരുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു PT ചാക്കോയാണ്. PT ചാക്കോ അതിശക്തനായ പ്രതിപക്ഷ നേതാവ്, കേരളം ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരുന്നു പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 60-ൽ തെരഞ്ഞെടുപ്പ് വന്നപ്പം മന്ത്രിസഭ രൂപീകരണം വന്നു. ഓക്കെ, സീനിയർ എന്നുള്ള നിലയിൽ പട്ടന്നാണുള്ള കോൺഗ്രസിനാണ് MLA-മാർ കൂടുതലുള്ളെങ്കിൽ പോലും അതൊരു വാക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. പട്ടന്നാളെ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കാൻ. അദ്ദേഹം തിരുക്കൊച്ചിയിലും തിരുവിതാംകൂറിലും മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഐക്യകേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമല്ലോ, അത്ര മുതിർന്ന ഒരാളാണല്ലോ എന്ന് കരുതി ഇവർ അത് അംഗീകരിച്ചു. പക്ഷേ അന്ന് ഉപമുഖ്യമന്ത്രിയായത് R. ശങ്കറാണ്. പിന്നീട് 62-ൽ മുഖ്യമന്ത്രി ആയതും R. ശങ്കറാണ്. പിടിച്ചൊക്കെ കൊടുത്തില്ല. അല്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കോൺഗ്രസ് രാഷ്ട്രീയം എന്തായാലും സതീശൻ തന്നെ പറയുന്ന ഒരു കാര്യം, ടീം UDF ആണ് ജയം നേടിയെന്നാണ് പരസ്യമായി പറയുന്നത്. ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ടീം UDFിലുള്ള ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയാവാൻ അവകാശം, അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ആവാൻ പറ്റണം. അല്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പണ്ട് PKV അച്യുതമേനോനെയൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആക്കിയതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് 4-ാമൻ K. മുരളീധരനെ ആക്കുക. അപ്രതീക്ഷിത ചോയ്സായിട്ട് K. മുരളീധരൻ ഉയർന്നു വരും എന്ന് പറയുന്നവരിപ്പോൾ ഉണ്ട്. പക്ഷെ ഇതെല്ലാം നിശ്ചയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ പല വാർത്തകളും കൊടുക്കുമ്പോഴും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൈക്കമാൻഡ് ആരാണ്? നെഹ്റു കുടുംബവും ഖാർഗെയും KC വേണുഗോപാലും. 102 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുന്നു. പക്ഷേ പറയുന്നതെന്ന് പറഞ്ഞാൽ 6 മാസത്തിനകത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തോറ്റുപോകും എന്ന് പറയുന്ന ഘടകകക്ഷികളാണ് കേരളത്തിലുള്ളതെന്നുള്ളതാണ്. അതും വളരെ അതിവിചിത്രമായിട്ട് തോന്നുന്നുണ്ട്.